Dear children, we are discussing Social Science first, Chapter 7, Kerala from 8th to 18th century. We have been discussing the political history of Kerala till the 18th century. Now let us examine the ownership of land during this period. 18th century വരെയുള്ള കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ കാലഘട്ടത്തിലുണ്ടായ ലാൻഡ് ഓണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There were three broad types of land based on the ownership right during the medieval period. Cherikal, the land under the control of Naduvaris. Brahmasam, the land under the control of Brahmins. Devasam, the land under the control of temples. മിഡിവൽ കേരളത്തിൽ ഓണർഷിപ്പ് റൈറ്റിനെ ബേസ് ചെയ്ത് ഭൂമിയെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ചേരിക്കൽ, ബ്രഹ്മസം, ദേവസം. ചേരിക്കൽ മീൻസ് ലാൻഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് നാടുവാഴീസ്. നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ചേരിക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചേരിക്കൽ ഭൂമിയുടെ ഉടമസ്ഥൻ നാടുവാഴികളായിരുന്നു. ബ്രഹ്മസം എന്നത് ലാൻഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ബ്രാഹ്മിൺസ്. ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ബ്രഹ്മസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഓണേഴ്സ് ബ്രാഹ്മിൺസ് ആയിരുന്നു. ദേവസ്വം എന്നത് ലാൻഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ടെമ്പിൾസ്. ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ദേവസ്വം എന്നും അറിയപ്പെട്ടു. Owners of Devasam land were called Uralar. The rulers, Brahmins or the people of the temples did not directly cultivate in this land. They used to give the land for cultivation to middlemen called Karalar. Accordingly, the power hierarchy was formed with the Naduvari at the top, the Uralar and Karalar below them. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ എന്നറിയപ്പെട്ടു. നാടുവാഴികളോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. അവർക്ക് ലഭിച്ച ഭൂമി അവർ ഇടനിലക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് നൽകി. ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് കാരാളർ എന്നാണ്. അങ്ങനെ നാടുവാഴികൾ, ഊരാളർ, അവർക്ക് താഴെയായിട്ട് കാരാളർ എന്നിങ്ങനെയുള്ള ഒരു പവർ ഹൈറാർക്കി, ഒരു അധികാര ശ്രേണി രൂപം കൊണ്ടു. There were further changes in the land ownership rights between the 12th and the 18th centuries. The right over the land passed on one generation to another and became a birthright. This kind of land came to be known as Janmam land and the people who had the ownership right over those lands as Janmis. 12th century മുതൽ 18th century വരെയുള്ള കാലത്ത് ഭൂമിയുടെ ഓണർഷിപ്പിൽ പിന്നെയും മാറ്റങ്ങൾ വന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറി വരുന്ന രീതിയിൽ ജന്മാവകാശമായിട്ട് മാറി. ഇത്തരം ഭൂമി ജന്മം ലാൻഡ് എന്നും അതിൻ്റെ ഉടമസ്ഥാവകാശമുള്ളവർ ജന്മി എന്നും അറിയപ്പെട്ടു. A custom called Verumbaatam became widely prevalent during this period. Verumbaatam land was the land given to the Kudiyans by the Janmis with the agreement that a predetermined share of the produce would be given to the Janmi. The Panayapata system, which was also known as Kanamandoti, became prevalent after the period of the Perimals. According to this, the person who took the land on lease, Kanakudiyan, used to give an amount as security to the landlord when he leased the land for cultivation. The Kanakudiyan did not have the right to sell or transfer this land. He just had the right to cultivate in this land. പെരുമാൾ കാലത്തിന് ശേഷം പ്രചാരം നേടിയ പണയപ്പാട്ട വ്യവസ്ഥ കാണം, ഒട്ടി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടു. ഇതനുസരിച്ച് ഭൂമി പാട്ടത്തിനെടുക്കുന്ന ആൾ കാണക്കുടിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭൂമി പാട്ടത്തിനെടുക്കുന്ന ആൾ ഒരു സംഖ്യ ഭൂവുടമയ്ക്ക്, ലാൻഡ് ലോഡിന് ഈടായിട്ട് കൊടുത്ത് ഭൂമി പണയത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. ഈ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും കാണക്കുടിയാന് അവകാശമുണ്ടായിരുന്നില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭൂമി പാട്ടത്തിനെടുക്കുന്ന ആളാണ് കാണക്കുടിയൻ. അയാൾ ഒരു നിശ്ചിത തുക ലാൻഡ് ലോഡിന് ഈടായിട്ട് കൊടുത്തുകൊണ്ട് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കാണക്കുടിയാന് അവകാശമുണ്ടായിരുന്നില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഴിക്കാണം വാസ് എ കൈൻഡ് ഓഫ് ടാക്സ് rebate that existed during this period. According to this, all the plants which had not yet started yielding were exempted when the patam was calculated by the Janmis. കുഴിക്കാണം വാസ് എ ടാക്സ് റിബേറ്റ്, ഒരു നികുതി ഇളവായിരുന്നു കുഴിക്കാണം എന്നത്. ഇതനുസരിച്ച് കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷങ്ങളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്ന് ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. It was in the second half of the 18th century that the land was measured. Malabar was under the Mysore Sultans during this period. The system of tax the Mysore Sultan has developed was based on the total production from the land, of which a share was fixed to be collected as tax. 18th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത്. മലബാർ ഇക്കാലത്ത് മൈസൂർ സുൽത്താൻമാരുടെ കീഴിലായിരുന്നു.
കൃഷിഭൂമിയിലെ മൊത്തം ഉൽപ്പാദനം കണക്കാക്കി അതിൻ്റെ നിശ്ചിത ഭാഗം ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കുന്ന ഒരു രീതിയായിരുന്നു മൈസൂർ സുൽത്താൻമാർ സ്വീകരിച്ചിരുന്നത്. Later, the British conducted a land survey, divided the land in terms of acres and cent, and allotted them survey numbers. Similar land surveys were conducted in Kochi and Travancore. In Kochi, it was known as Ketezhuthu, and in Travancore, Kandezhuthu. Accordingly, tax was fixed on the assessed land. ബ്രിട്ടീഷുകാരെ ഭൂമിയുടെ സർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ സെൻറ്റ് എന്നിങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി സർവേ നമ്പറുകൾ നൽകി. കൊച്ചിയിലും ട്രാവൻകൂറിലും ഇതിന് സമാനമായിട്ടുള്ള ലാൻഡ് സർവേസ് നടന്നു. കൊച്ചിയിലേത് കേട്ടെഴുത്ത് എന്നും ട്രാവൻകൂറിലേത് കണ്ടെഴുത്തും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തിയ ഭൂമിയുടെ മേൽ നിശ്ചിത ടാക്സ് ഈടാക്കി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഗ്രികൾച്ചർ ആൻഡ് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. Read the details given by an old woman about the varieties of paddy during the medieval period. Find out the varieties of paddy cultivated in your locality. Farming was done in vales, parambus, pureidams and malapradesangal. In those times, paddy was the main crop in vale. They used to cultivate paddy, horse gram, millets and tubers in parambu. Coconut, arcanut, pepper, ginger, turmeric, pulses and tubers were also cultivated. Upland paddy was grown in highlands. Forest produces were also collected from highlands. Farming in those time was dependent on southwest monsoon, Idavapadi, and northeast monsoon, Tulavarsham. Organic manure such as cow dung and leaves was used. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇടവപ്പാതിയെയും നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷത്തെയും ആശ്രയിച്ചുകൊണ്ടുള്ള കൃഷിയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. It was during this period that communities engaged in various occupations were formed and their turn got categorized into caste. Let's have a look at different occupational groups during the medieval period. People engaged in agriculture and making of agricultural equipments. People involved in handicraft and the making of metal equipments. People engaged in trade. People involved in weaving and oil production. People involved in temple rituals. Officials connected to the നാടുവാഴി സ്വരൂപംസ്. മിഡിവൽ പീരീഡിൽ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകൾ, തൊഴിൽ കൂട്ടങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടവർ ഓരോ ജാതികളായിട്ട് മാറി. കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് പ്രധാനമായിട്ടും കൃഷിയും കാർഷിക ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നവർ, ഹാൻഡിക്രാഫ്റ്റ് മെറ്റൽ എക്യുപ്മെൻസിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടവർ, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടവർ, വീവിങ്ങും ഓയിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടവർ, ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, നാടുവാഴി സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടവർ വ്യത്യസ്ത ജാതികളായിട്ട് മാറി. The descendants of those who were engaged in a particular occupation follow the same occupation. People engaged in the same occupation evolved into one caste. The Adiyalar who used farming during the medieval times occupied the lowest rank in the caste hierarchy, whereas the Brahmins were at the top. ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ തന്നെ പിന്തുടർന്നു. ഒരേ ജോലികൾ ചെയ്തു പോരുന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഒരു ജാതിയായിട്ട് മാറി. കാസ്റ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ അടിയാളറും ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഉണ്ടായിരുന്നത് ബ്രാഹ്മണരുമായിരുന്നു. Based on the family occupation, all other castes came in between these two categories. On the basis of the caste, concept of purity and impurity sprang up. ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്യൂരിറ്റി, ഇമ്പ്യൂരിറ്റി, ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളെല്ലാം വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. മിഡിവൽ കാലഘട്ടത്തിൽ മേൽജാതിക്കാർ ശുദ്ധവും കീഴ്ജാതിക്കാർ അശുദ്ധവും എന്നാണ് കണക്കാക്കിയിരുന്നത്. കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെ തൊട്ടാലും അടുത്തു വന്നാലും കണ്ടാലും മേൽജാതിക്കാരുടെ ശുദ്ധി നഷ്ടപ്പെടുമെന്നൊരു തെറ്റായൊരു വിശ്വാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. By the beginning of the 19th century, the population of Malabar, Kochi and Travancore were officially categorized on the basis of caste. Subsequently, caste came to be decided on the basis of birth irrespective of the occupation. 19th സെഞ്ച്വറിയുടെ ആദ്യഘട്ടത്തിൽ ജനങ്ങളെ ജാതി തിരിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം മലബാർ, കൊച്ചി, ട്രാവൻകൂർ എന്നിവിടങ്ങളിൽ നിലവിൽ വന്നു. ഇതോടെ ജാതി എന്നത് ജന്മനാൽ രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറി.